2022 ഡിസംബർ 10. അന്നേ ദിവസം കരുൺ നായർ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു കുറിപ്പെഴുതി. പ്രിയ ക്രിക്കറ്റ്, എനിക്കൊരു അവസരം കൂടി തരൂ. വർഷങ്ങളായി ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ താൻ അനുഭവിച്ചിരുന്ന സർവ്വ അവഗണനയിലും നിരാശയിലും മനം മടുത്തുള്ള കരുണിന്റെ ആ ട്വീറ്റിനെ പക്ഷെ അധികമാരും അന്ന് ഗൗനിച്ചു പോലുമില്ല. സെവാഗിന് ശേഷമുള്ള ഇന്ത്യയുടെ ട്രിപ്പിൾ സെഞ്ചുറിക്കാരൻ അപ്പോഴേക്കും ഇന്ത്യൻ ജേഴ്സിയിലല്ലാത്ത നീണ്ട 6 കഠിന വർഷങ്ങൾ പിന്നിട്ടിരുന്നു. കാത്തിരിപ്പ് പിന്നെയും തുടർന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ മെയ്യിൽ ഇംഗ്ലണ്ട് ടെസ്റ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അർഹത തേടിയുള്ള അയാളുടെ കാത്തിരിപ്പിന് വിരാമമായി. BCCI പ്രഖ്യാപിച്ച ടീമിൽ കരുണിന്റെ പേരും ഇടം നേടി. അപ്പോഴേക്കും അയാൾ നിരാശയുടെയും വേദനയുടേതുമായ 2979 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. ഒടുവിൽ ഹെഡിംഗ്ലിയിൽ ഒരു മധുര മനോഹരമായ 2ാം അധ്യായത്തിനായി അയാൾ തയ്യാറെടുക്കുമ്പോൾ ഒരു മഹത്തായ തിരിച്ചുവരവിന് സാക്ഷിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. അങ്ങനെയൊരു തിരിച്ചുവരവിന് നാളെ ലീഡ്സിലെ മൈതാനം സാക്ഷിയാകുമോ? തലമുറ മാറ്റത്തിൽ പുതിയ നായകന് കീഴിൽ യുവരക്തങ്ങളുമായി ഇറങ്ങുന്ന ഇന്ത്യക്ക് ഇംഗ്ലണ്ടിന്റെ ബാസ് ബോളിന് മറുപടി പറയാൻ കരുൺ നായർ ഒരു നല്ല ആയുധമാകുമോ? 2016 ഇംഗ്ലണ്ടിനെതിരെ കരിയറിലെ 3ാം ടെസ്റ്റ് ഇന്നിംഗ്സിലായിരുന്നു കരുണിന്റെ ട്രിപ്പിൾ സെഞ്ചുറി നേട്ടം. ശേഷം ഫോമില്ലായ്മയും സ്ഥിരതയില്ലായ്മയും ഒക്കെയായി അയാൾ വിസ്മൃതിയിലേക്ക് പോയി. എന്നാൽ കഴിഞ്ഞ സീസണിൽ ക്രിക്കറ്റ് ലോകം അയാളുടെ തിരിച്ചുവരവിന് സാക്ഷിയായി. രഞ്ജി ട്രോഫിയിൽ ഫൈനലിലെ സെഞ്ചുറി അടക്കം 9 മത്സരങ്ങളിൽ നിന്ന് 53.93 എന്ന ശരാശരിയിൽ കരുൺ നായർ നേടിയത് 863 റൺസ്. കൂടാതെ കൗണ്ടി ക്രിക്കറ്റിനായി ഇംഗ്ലണ്ടിലേക്ക് പോയ കരുൺ അവിടെയും ഇരട്ട സെഞ്ചുറി നേടി. വിജയ് ഹസാരയിൽ തുടർച്ചയായ 4 സെഞ്ചുറികൾ നേടിയും കരുൺ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിന് ശക്തമായ അവകാശവാദം ഉന്നയിച്ചു. ന്യൂസിലാൻഡ് പരമ്പരയും ഓസീസിനെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും അടിയറവ് പറഞ്ഞ പല പ്രധാന താരങ്ങളും മങ്ങിയ സമയം കൂടിയായിരുന്ന അന്ന് പല മുൻ താരങ്ങളും കരുണിനെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. അതിനിടയിൽ 1077 ദിവസങ്ങളുടെ ഇടവേളയിൽ ഈ സീസണിൽ ഡൽഹിക്കായി IPL കളിക്കാനെത്തിയ കരുൺ ആദ്യ മത്സരത്തിൽ തന്നെ ഞെട്ടിച്ചു. ബുംറ അടക്കമുള്ള ലോക ക്രിക്കറ്റിൽ അനിഷേധ്യരായ ബോളർമാരെ അനായാസം നേരിടുന്നതും കണ്ടു. ഏറ്റവും ഒടുവിൽ BCCI കണ്ണു തുറന്നു. തലമുറ മാറ്റവും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ സൂപ്പർ താരങ്ങളുടെ വിരമിക്കലും അതിന് വഴിയൊരുക്കി. ആഭ്യന്തര ക്രിക്കറ്റും സെലക്ഷന് മാനദണ്ഡമാകുമെന്ന BCCIയുടെ വാക്ക് ഒടുവിൽ പാലിക്കപ്പെട്ടു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ എക്കൊപ്പം ഇംഗ്ലണ്ടിലേക്ക് BCCI പറഞ്ഞയച്ച കരുൺ അത്ഭുത പ്രകടനവുമായി ഡബിൾ സെഞ്ചുറി ആവർത്തിച്ചു. ഇതോടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് 11ലേക്കും താൻ യോഗ്യനാണെന്ന് കരുൺ തെളിയിച്ചു. കാത്തു കിട്ടിയ 2ാം അവസരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 2016 നേടിയ മികവ് ആവർത്തിക്കാനായാൽ കരുണിന്റെ സ്ഥാനം ഇന്ത്യൻ ക്രിക്കറ്റിൽ കുറച്ചു കാലമെങ്കിലും ഇളക്കം തട്ടാതെ നിലനിൽക്കും.